അങ്ങനെ ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് കിട്ടും. മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മളൊരു ചാർജിനെ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സും കിട്ടും. ഇനി ഒരു സിസ്റ്റത്തിൽ ഞാൻ ചെറിയൊരു സിസ്റ്റം വരച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. ആ സിസ്റ്റവുമായി ഒരു ചാർജിന് രണ്ട് തരത്തിലുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് ആ സിസ്റ്റത്തിൽ നമ്മളൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും എക്സ്പീരിയൻസ് ചെയ്യും. ആ ചാർജ് നമ്മൾ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യും. ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സും, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് മാഗ്നറ്റിക് ഫോഴ്സും ഒരേ ചാർജിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഒരു ചാർജിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഒന്ന് ഇലക്ട്രിക് ഫോഴ്സും രണ്ടാമത്തെ മാഗ്നറ്റിക് ഫോഴ്സും. ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും? ഈ രണ്ട് ഫോഴ്സുകളെയും നമ്മൾ ആഡ് ചെയ്താൽ മതി. ആ ടോട്ടൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് ലോറൻസ് ഫോഴ്സ്? ഒരു സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള ഫീൽഡുകൾ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, അതുപോലെ നമ്മളൊരു ചാർജിനെ വെക്കുകയോ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യും. ഒന്ന് ഇലക്ട്രിക് ഫോഴ്സാണ്, രണ്ടാമത്തെ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇലക്ട്രിക് ഫോഴ്സിനുള്ള ഇക്വേഷൻ QV. ഞാനിവിടെ ഡയറക്ഷൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതായത് പ്ലസ് ഓർ മൈനസ് Q എന്ന് എഴുതിയിട്ടില്ല. നമ്മൾക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. FB = Q × V × D. അതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ്, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫോഴ്സ്. രണ്ട് ഫോഴ്സുകളും ഒരുമിച്ച് ഒരു ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ആ ടോട്ടൽ ചാർജിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ട് ടൈപ്പ് ഫോഴ്സുകളുടെയും സം എടുത്താൽ മതി. ലോറൻസ് ഫോഴ്സ് FL, L എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ലോറൻസ് എന്നാണ്. F ഫോഴ്സ്, FL, ലോറൻസ് ഫോഴ്സ് = FE + FB. FE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫോഴ്സ്, FB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ്. FE എന്താണ്? QV ആണ്. പ്ലസ് FB എന്താണ്? Q × V × B ആണ്. രണ്ടും നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രണ്ട് ടേംസിലും Q കോമൺ ആയതുകൊണ്ട് നമ്മളതിനെ പുറത്തേക്ക് എടുക്കുന്നു. FL = Q × E + V × B. ഇതാണ് ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി മൂന്ന് അഡീഷണൽ പോയിന്റുകൾ കൂടി നമ്മളവിടെ കൊടുത്തിരിക്കുന്നു, നോക്കാം. ഒന്നാമത്തേത്, FL ഓൺ എ പോസിറ്റീവ് ചാർജ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓൺ എ നെഗറ്റീവ് ചാർജ്. അതായത് നിങ്ങൾ നോക്കുക, ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജുമായി ഡിപ്പെൻഡൻ്റ് ആണ്. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ചാർജുമായി ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോറൻസ് ഫോഴ്സും ചാർജുമായി ഡിപ്പെൻഡൻ്റ് ആണ്. ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ലോറൻസ് ഫോഴ്സ് = +Q × E + V × B ആയിരിക്കും. നമുക്കിവിടെ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. E + V × B ആയിരിക്കും. നമ്മളൊരു മൈനസ് ചാർജാണ് എടുക്കുന്നതെങ്കിലോ FL = -Q × E + V × B ആയിരിക്കും. അതായത് ഒരു പോസിറ്റീവ് ചാർജിൽ എത്രത്തോളം ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ നേരെ എതിർദിശയിലായിരിക്കും നെഗറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സ്. അതായത് മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണെങ്കിലും, ലോറൻസ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിലും ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. +Q എന്ന് പറയുന്ന ചാർജിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും -Q ആക്ട് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇനി രണ്ടാമത്തേത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. ഇവിടെയും അതായത് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടും നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. ഇനി ഫോർ എ സ്റ്റേഷനറി ചാർജ്, അതാണ് നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം. അതിൽ ഇലക്ട്രിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. നമ്മളൊരു ചാർജിനെ വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ആ സിസ്റ്റത്തിലേക്ക് വെറുതെ കൊണ്ട് വെക്കുകയാണ്, നമ്മളതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം അതിൻ്റെ ഇക്വേഷൻ എന്താണ്? FB = Q × V × B. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി 0 ആണ്. സ്റ്റേഷനറി ചാർജ് ആണെങ്കിൽ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ 0 ആയിരിക്കും. ലോറൻസ് ഫോഴ്സ് എന്താണ്? സം ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണെങ്കിൽ ലോറൻസ് ഫോഴ്സ് എന്ത് വരും? എക്സാക്ട്ലി = FE. FE എന്താണ്? QE ആണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഫോർ എ സ്റ്റേഷനറി ചാർജ് വെലോസിറ്റി 0 ആയിരിക്കും. ലോറൻസ് ഫോഴ്സ് = QV + 0.
സീറോ എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ദെൻ ലോറൻസ് ഫോഴ്സ് ഇറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു QE. ഇത്രയുമാണ് നമുക്ക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഒരു സിസ്റ്റത്തിൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് അവിടെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫോഴ്സും രണ്ടാമത്തേത് മാഗ്നറ്റിക് ഫോഴ്സും. രണ്ട് ഫോഴ്സും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫോഴ്സുകളുടെയും സമ്മിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, ലോറൻസ് ഫോഴ്സ് ഒരു പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ ലോറൻസ് ഫോഴ്സ് നെഗറ്റീവ് ചാർജിലും ആക്ട് ചെയ്യും. ആ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ, സൈൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സും ഓപ്പോസിറ്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. മൂന്നാമത്തെ പോയിന്റ്, സ്റ്റേഷനറി ചാർജുകൾക്ക് വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. ലോറൻസ് ഫോഴ്സ് എക്സാക്ട്ലി ഈക്വൽ ടു ഇലക്ട്രിക്.